അതായത് ആര്യ ഇവിടെ വന്ന കാര്യം ആര്യക്ക് നമ്മളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ വന്നത് നമ്മൾ കണ്ട സ്ഥിതിക്ക് വന്ന കാര്യം പറയേണ്ട കാര്യം ആര്യക്കില്ലല്ലോ. വരൂ പറയൂ കൂടെ ചെയ്യണല്ലോ. അതാണ് പറഞ്ഞത്. ഞാൻ ഇരിക്കട്ടെ എന്നാ. ശരി. എന്തേ ബേബി എന്തേ? അത് പറയാനാണ് പറഞ്ഞത്. എന്താ സംഭവം അറിയോ? ഇതിലൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിക്കാരും കൊല്ലംകാരും തമ്മിൽ. അപ്പൊ ഞങ്ങൾ ഒരു ബെറ്റ് വെച്ചു. ഞാൻ കൊച്ചി ടീം, ബേബിച്ചൻ കൊല്ലം ടീം. ഇതിൽ കൊച്ചി ടീം ജയിക്കുവാണെങ്കിൽ ബേബിച്ചൻ ഈ വീട്ടിലെ ഒരു ദിവസത്തെ ഫുൾ ജോലിയും ചെയ്യണം. ടീം ജയിക്കുവാണെങ്കിൽ ഞാൻ ബേബിച്ചന് 1000 ഉമ്മ കൊടുക്കണം. അടിപൊളി. ഒരിടത്ത് 1000 ഉമ്മ, ബാക്കിയുള്ളത് വീട്ടുജോലി മുഴുവൻ. അതെ, രണ്ടും ഒരു തരത്തിൽ നോക്കിയ ശിക്ഷയാണ്. ആറ്റിറ്റ്യൂഡ് ഉമ്മയാണോ അതോ നമ്മുടെ ബേബി സാറിന്റെ വീട്ടു ജോലിയാണോ ചെയ്യിച്ചത്? അതെ കണ്ടോ. അജഞ്ചേട്ടാ, ഇത് നമ്മുടെ ഈ പരിപാടിക്ക് കംപ്ലീറ്റ് പണം മുടക്കുന്ന, നമ്മുടെ ചെലവൊക്കെ തരുന്ന വലിയ ബിസിനസ് ഒക്കെ ഉള്ള ബേബി സാറാണ് നിൽക്കുന്നത്. എന്റെ ഭർത്താവാ. നമസ്കാരം സർ. ബേബി സാറിന് ഞാൻ സഫാരി സൂട്ടിലല്ലാണ്ട് കണ്ടിട്ടില്ല ഞാൻ. അല്ല, ഇതൊരു ബെറ്റിന്റെ പുറത്താണ്. അതവള് ക്യാരിഡാണല്ലോ. അപ്പൊ അവളുടെ ഒരു സമാധാനത്തിന് ബെറ്റിന്, പിന്നെ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. ഇതെല്ലാം കയ്യിലിരിക്കുന്ന നല്ല ചേർച്ചയുണ്ട്. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ബേബി മുതലാളിയല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ ഷൂസിന്റെ പോളിഷിൽ പ്രപഞ്ചം മുഴുവൻ തിളങ്ങും. അത്രയും പോളിഷ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ ഇരിക്കുന്നത്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണല്ലേ. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സമാധാനത്തിന്റെ പാതയിൽ ജീവിതം മുന്നോട്ട് പോകത്തില്ലേ? അതെ, നമ്മള് പക്ഷെ ഞാൻ ഭാര്യയായിട്ട് ആവശ്യമില്ലാണ്ട് ബെറ്റ് വെക്കാറില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ബേബി സാറിന് അത്ര സ്നേഹം ആർക്കാ ഏത് ഭാര്യയോടുണ്ടെന്നാ ഇത് ഒരു ദിവസത്തേക്കുള്ള സമാധാനം ഉള്ളു കേട്ടോ. ഒറ്റ ദിവസത്തേക്കുള്ള പറ്റുള്ളൂ. ബെഡ്റൂം ക്ലീൻ ചെയ്തായിരുന്നോ? ബെഡ്റൂം ക്ലീൻ ചെയ്തു, ടോയ്ലറ്റ് കഴുകി. ആണോ? പിന്നെ അലക്കാനുള്ളത് മുഴുവൻ അലക്കി വിരിച്ചിട്ടു. ഇനിയിപ്പോ ഇവിടത്തെ പണിയും കൂടെ അല്ലേ ഉള്ളൂ. കഞ്ഞി കറിയൊക്കെ റെഡിയാണ്. എന്നാ പിന്നെ ഈ സൈഡിൽ നിന്ന് തുടച്ചുടങ്ങിയ വേച്ച കുറെ പണിയായി. സാരില്ല, ഇതും കൂടെ അതെ, ഇനി കുറച്ച് വിശ്രമിച്ചിട്ട് ചെയ്യാം. അയ്യോ, അതിന് ആകെപ്പാടെ ഇച്ചിരി അവിടെ അല്ലേ ബാക്കി പണിയൊക്കെ ഇവിടുത്തെ ഞാനല്ലേ. ആണോ? എന്നാ പിന്നെ കുറച്ചു നേരം കടന്നിട്ട് ഇത് പെട്ടെന്ന് എണീക്കണം കേട്ടോ. அண்ணாச்சி இங்க வந்தோம். இங்க வந்துரும்போ நான் இங்க அல்ல பேபி முதலாளி இங்க இருக்கும். നിങ്ങൾ വന്ന് നിങ്ങൾ തീർക്കും. ഇത് കൗണ്ടറാ. ഒന്നിലെ പുള്ളിക്കാരൻ മലയാളം പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ തമിഴ് പഠിക്കണം. ഇത് രണ്ടും പഠിക്കൂല. ചക്രവാണി രാവിലെ ആരോടാ